Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay. Start with prayer, thought of the day, and saying. Prayer. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. So high, we can get over it. So deep, we can get under it. So wide, we can get around it. Oh, wonderful love. Okay, ma'am. Sign in. Good afternoon to everyone. We are very happy to see you all together here. Thank you all for joining us here today at this class. I would like to a warm welcome to our respected Ashwati Miss and all my friends. Thank you. Thought of the day. If you fail, never give up because fail means first attempt in learning. Yeah. Okay. Then, how are you all? Fine, ma'am. Fine. കഴിച്ചു എല്ലാവരും കഴിച്ചു ആക്റ്റീവ് ആണ് ക്ലാസ് റെഡി ആണ് അല്ലേ ഓക്കെ സ്ട്രെങ്ത് കുറവാണല്ലോ ക്ലാസ്സിൽ എന്ത് പറ്റി എന്താണ് റെസ്പോൺസ് ഇല്ലല്ലോ കുറവാണല്ലോ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ഒടിവിടാണോ Yes, ma'am. ഓക്കെ പിന്നെ എന്താണ് നമ്മുടെ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയി അല്ലെ കംപ്ലീറ്റ് ആയോ എന്തോന്നും മിണ്ടാതിരിക്കുന്ന ക്ലാസ്സിലുണ്ടോ നിങ്ങള് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ ഓഡിബിൾ ആണ് ലഞ്ച് കഴിച്ചു ഉറക്കം തൂങ്ങിയിരിക്കുകയാണോ അല്ലെങ്കിൽ മൺഡേ ആയതിന്റെ ഒരു ഹാങ് ഓവർ ആണോ ഹോളിഡേ കഴിഞ്ഞു ലോഗിൻ ഡേ വന്നപ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണോ ആരോട് ചോദിക്കാൻ ആര് പറയാൻ പ്രസന്റൻസ് കംപ്ലീറ്റ് ആയി ഓക്കെ സംസാരിക്കൊന്നുമില്ലല്ലോ അല്ലെ ഞാൻ എന്തൊക്കെയോ വന്നത് ചോദിക്കുന്നു നിങ്ങളൊന്നും മിണ്ടുന്നില്ല കൊള്ളാം നല്ല സ്റ്റുഡൻസ് ആട്ടോ ഞാൻ തന്നെ വേണം ട്രാവലിംഗ് ആണ് ഓക്കെ ട്രാവലിംഗ് ആയതുകൊണ്ട് ടെൻഷൻ മിണ്ടുന്നില്ല കുഴപ്പമില്ല ഓക്കെ അപ്പോ പ്രസന്റൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിന്ന് വോക്ക് അല്ലെ ഒരു എല്ലാ ടെൻസും ഇൻക്ലൂഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ അല്ലെങ്കിൽ ഒരു എസ്സേ പോലെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ചു പേരൊക്കെ പറഞ്ഞു ബാക്കി എല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്തോ അല്ലെങ്കിൽ എല്ലാവരും കഴിഞ്ഞോ നോ മാം ഞാൻ കംപ്ലീറ്റ് ആയിട്ടില്ല ഇന്ന് റെക്കോർഡ് ക്ലാസ് കണ്ടത് എന്തോ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഇന്ന് എനിക്ക് റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റിയത് അപ്പോഴാണ് ഞാൻ കണ്ടത് വർക്ക് തന്നത് ബാക്കി കംപ്ലീറ്റ് ചെയ്യാത്തവര് കംപ്ലീറ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് റെക്ടിഫൈ ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പോ നമുക്ക് അടുത്ത ടെൻസിലേക്ക് പോകാലോ അല്ലെ പ്രസന്റ് കംപ്ലീറ്റ് ആയി ഇനിയുള്ള എന്താണ് അപ്പോ take your notebook and write down the 18 past tense. Past tense la iduപോലെ തന്നെ 4 actions ഉണ്ട് അതിലെ ഫസ്റ്റ് ആക്ഷൻ ആണ് in the simple അല്ലെ simple present ല് സിമ്പിൾ പാസ്റ്റ് ഓക്കെ അപ്പോ ഫസ്റ്റ് ആക്ഷൻ ഏതാണ് പാസ്റ്റ് സിമ്പിൾ ആണ് സോ സിമ്പിൾ പാസ്റ്റ്
നോക്കാം. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റില് സ്ട്രക്ചർ ചെയ്താ സബ്ജക്ട് പ്ലസ് V2. സബ്ജക്ട് പ്ലസ് V2. നമ്മള് പ്രസന്റ് ടെൻസിൽ പഠിച്ചപ്പോ സിമ്പിൾ പ്രസന്റ് പഠിച്ചപ്പോ സബ്ജക്ട് പ്ലസ് V1 ആയിരുന്നു അല്ലെ? V1 ആയിരുന്നു ഫസ്റ്റ് ഫോം ആണ്, അല്ലെങ്കിൽ ബേസ് ഫോം ആയിരുന്നു. ഇവിടെ എന്താണ്? സബ്ജക്ട് പ്ലസ് V2 ഫോം ആണ്, സെക്കൻഡ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ്. ദെൻ അതില് സബ്ജക്ട് നമ്മൾ പ്രസന്റ് ടെൻസ് പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി പഠിക്കേണ്ടതായിട്ടില്ല. കാരണം പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ് നമുക്ക് അറിയാമെങ്കിൽ എല്ലാ ടെൻസും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അതായത് പാസ്റ്റും ഫ്യൂച്ചറും നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും. കാരണം പ്രസന്റ് ടെൻസ് ആണ് കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന പ്രസന്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ ആ ടെൻസ് പഠിച്ചാൽ ബാക്കി എല്ലാ ടെൻസും ഈസിയാണ് കേട്ടോ. പിന്നെ എന്താണ്? അപ്പൊ ഇവിടെ സബ്ജക്റ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാം, ഓൾറെഡി അറിയാം സബ്ജക്ട് ഏതൊക്കെയാണ്. ഇവിടെ നമുക്ക് സിംഗുലർ സബ്ജക്റ്റിൽ കൂടെ ഇന്നത് അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റിലൂടെ ഇത് യൂസ് ചെയ്യണം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അത് ഈ പറയുന്ന പ്രസന്റൻസ് മാത്രമേ ഉള്ളൂ ആ ഒരു കൺഫ്യൂഷൻ. പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ടെൻസിലും ഏത് സബ്ജക്റ്റിലും കൂടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം എന്ന് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോ സിംഗിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് V2 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സബ്ജക്റ്റിന് കൂടെ V2 ഫോം യൂസ് ചെയ്യാൻ പറ്റും. അത് സിംഗിൾ പാസ്റ്റ് ആണ്. ഇപ്പോ ഇതില് സിമ്പിൾ പാസ്റ്റ് നിങ്ങൾ ഹെഡിങ് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ചെയ്ത് മലയാളം എഴുതി വെക്കുക. ചെയ്തു എന്ന് എഴുതും കേട്ടോ. ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ആയി അല്ലെ? ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാല് നമുക്കത് ഈ പാസ്റ്റ് ടെൻസ് വെച്ച് പറയാൻ പറ്റും. ചെയ്തു, അതായത് ഇപ്പോ അവൻ വീട്ടിൽ പോയി എന്ന് പറയുമ്പോ എങ്ങനെയാ പറയാ? അവൻ വീട്ടിൽ പോയി. പോകുക എന്നതിന്റെ V2 ഫോം എടുക്കണം. അവൻ വീട്ടിൽ പോയി എന്ന് ഇങ്ങനെ പറയും. He went to home. He went to home. അതായത് ഗോയുടെ V2 ഫോം ആണ് went. He went to home. Okay, correct. Past tense ആണ്. പിന്നെ നെക്സ്റ്റ് ചെയ്താ പറയാ അവൻ ആ സിനിമ കണ്ടു എങ്ങനെയാ പറയാ? He watched that movie. He Watched. yeah, watched that movie. Then ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട് എങ്ങനെയാ പറയാ? വേണ്ട വേണ്ട കേട്ടോ, വേണ്ട, അത് പറയണ്ട, ടെൻസ് ആണ്. ഞാൻ അവനെ കണ്ടു പറയും. ഞാൻ എന്റെ കോളേജ് മേറ്റിനെ കണ്ടു, അല്ലെങ്കിൽ എറണാകുളത്ത് വെച്ച് ഞാൻ എന്റെ കോളേജ് മേറ്റിനെ കണ്ടു എന്ന് പറയും. I saw my college mate at Ernakulam. I saw my college mate at Ernakulam. സോയിനേക്കാൾ ബെറ്റർ ഏതായിരിക്കും? ഏത് വേർഡാണ്? Met മതി. I met my college mate at ഓക്കെ. അപ്പോ സിമ്പിൾ പ്രസന്റ് എങ്ങനെയാണ്, സോറി സിമ്പിൾ പാസ്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, സ്ട്രക്ചർ ഏതൊക്കെയാണ്, സെൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതൊക്കെ അറിയാലോ, മനസ്സിലായാലോ? ഇനി ഒരു കാര്യം പറയട്ടെ, നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് പഠിച്ചു. പ്രസന്റ് പെർഫെക്റ്റ് പഠിച്ചപ്പോ പറഞ്ഞു പാസ്റ്റില്, അതായത് അറ്റ് പ്രസന്റ് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പാസ്റ്റിൽ പറയാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലെ? അതായത് ഇപ്പൊ പ്രസന്റ് നടന്നൊരു കാര്യം, ഒരു കംപ്ലീറ്റ് ആയ ഒരു പ്രോസസ്സ് നമുക്ക് പെർഫെക്റ്റ്ലി വെച്ച് പറയാം. അതിനേക്കാളും ഈസി ആയിട്ട് പാസ്റ്റ് വെച്ച് പറയാന്ന് പറഞ്ഞു. അത് ഈ ടെൻസ് ആണ് കേട്ടോ. നമുക്ക് പെർഫെക്റ്റ് തന്നെ പറയണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഈ ടെൻസ് ഈസി ആയിട്ട് നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഇതിപ്പോ ഇനി എല്ലാം പാസ്റ്റ് ആണെന്നേ. ഇപ്പോ
ടൈം പറയുകയാണെങ്കിൽ 2:42 2:41 വരെയും പാസ്റ്റ് ആണ്. അങ്ങനെയും ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ പാസ്റ്റ് ടെൻസിൽ വെച്ച് പറയാൻ പറ്റും. അല്ല നമുക്ക് കുറച്ചുകൂടെ ടെൻസിനെ കുറിച്ച് നല്ല ബോധമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് വെച്ച് പറയാം, അത്രേ ഉള്ളൂ. പെർഫെക്റ്റ് വെച്ച് പറഞ്ഞതുകൊണ്ട് പാസ്റ്റ് വെച്ച് പറഞ്ഞതുകൊണ്ട് വേറൊരു വ്യത്യാസവും ഇല്ല, വലിയ മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് മനസ്സിലാക്കാം. പക്ഷെ നമ്മളെ ഡേ ടു ലൈഫിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കൂടുതലും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഈ പറയുന്ന പാസ്റ്റ് ടെൻസ് വെച്ചിട്ട് പറയാനാണ്. കാരണം അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞാലും കൊണ്ട് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ അങ്ങനെയും ചിന്തിക്കും. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും പറയാം. ഈ ഒരു ഡൗട്ട് ആണ് സുബി ഇടക്ക് അന്ന് ചോദിച്ചത്. ഞാൻ ഈ ടെൻസ് പറയുമ്പോ പറയാന്ന് വിചാരിച്ചു. ഓക്കെ, 2:42 അല്ലേ ഞാൻ പറഞ്ഞു, 1:42 അല്ലേ? ഓക്കെ, പിന്നെന്താ ഇനി എന്താ ചെയ്യണ്ടേ? ഈ ടെൻസ് വെച്ചിട്ട് ഒരു 5 എക്സാമ്പിള് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, കാരണം ഇനി അങ്ങോട്ടുള്ള എല്ലാ ടെൻസും ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓൾറെഡി നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ തന്നാൽ നിങ്ങൾക്ക് ആ ടെൻസ് വെച്ചിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ടെൻസ് അറിയാം, അല്ലെങ്കിൽ സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സ്ട്രക്ചർ പറഞ്ഞാൽ മാത്രം മതി, ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്തോളൂ. ഏകദേശം അങ്ങനെയാണ് ഇപ്പോ അല്ലെ? അതുകൊണ്ട് 5 എക്സാമ്പിൾ, ഈ ടെൻസ് വെച്ചിട്ട് 5 എക്സാമ്പിൾ പറഞ്ഞേ. സിമ്പിൾ ആയിട്ട് അവസാനിപ്പിക്കുക കേട്ടോ. ഒരു ലെങ്തി സെന്റൻസ് പറയും, പ്രപ്പോസിഷൻസ് വല്ല മാറ്റോവോ അങ്ങനത്തെ ചേർത്തിട്ട് ഒരു ലെങ്തി സെന്റൻസ് എക്സാമ്പിൾ ആയിട്ട് ആലോചിച്ച് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, 5 കേട്ടോ. എല്ലാം ടെക്സ്റ്റ് ചെയ്യണം, മസ്റ്റാണ്. പെട്ടെന്ന് സമയം എടുത്തോളൂ, കുഴപ്പമില്ല, ആലോചിച്ചിട്ട് സമയം എടുക്കാം. പക്ഷെ 5 എന്തായാലും ടെക്സ്റ്റ് ചെയ്തേ പറ്റും.
ആക്ച്വലി ആ മാർക്കറ്റിലേക്ക് സ്പെല്ലിംഗ് നോക്കണം കേട്ടോ. ടൈപ്പ് മിസ്റ്റേക്ക് ആയിരിക്കാം മേ ബി. നല്ല ചെക്ക് ചെയ്യും. അതൊന്നാണെങ്കിൽ ചെക്ക് ചെയ്യും. കുറച്ചൊരു സെന്റൻസ് വരട്ടെ. ഇങ്ങനെ വൺ വേർഡ് പോലെ കുറച്ചുകൂടെ ലെങ്തി. എന്താ പറയാ, ഞാൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ഒരു 10 മണിയായപ്പോ എതിർക്കോ നടന്ന കാര്യമാണ് കേട്ടോ. അത് ഫാസ്റ്റ് അല്ലേ? അപ്പൊ അങ്ങനെ പറയാം. അങ്ങനെ വലിയൊരു സെന്റൻസ് പറയാം. അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് തന്നെ ഓക്കെ എന്നെ കൊണ്ട് പറ്റും, ഞാൻ പഠിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം നമുക്ക് വരാം. അല്ലാതെ ഈ വൺ വേർഡ് ഐ വെന്റ് സ്കൂളിൽ പോയി ഇതൊക്കെ സിമ്പിളാ. അങ്ങനെയല്ല, ഞാൻ എന്റെ മോളെ റെഡിയാക്കി പോയി എന്താ ഇങ്ങനെ കുറച്ച് ലെങ്തി ആയിട്ട് സെന്റൻസ് പറയും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെ ചെയ്യും. ഇതൊക്കെ എളുപ്പമാണ്. ഇത്ര എളുപ്പത്തിൽ നിങ്ങൾ പോവല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിയാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്തത് ആ ഒരു ടൈപ്പാണ്. അങ്ങനൊന്ന് ആലോചിക്കൂ നിങ്ങൾ. ഞാൻ ടൈം തന്നിട്ടല്ലോ, ആലോചിക്കൂ. അപ്പോ മനസ്സിലെ കുറച്ച് അങ്ങനെ പറയുന്നുണ്ട്. ഐ ഗെറ്റ് സ്റ്റഡി ചാപ്റ്റർ ഇൻ ദ മോർണിംഗ്. കുറച്ചുകൂടെ പോകാൻ പറ്റും നമുക്ക്. നമ്മൾ ആലോചിക്കുക. നമ്മൾ ആലോചിക്കാത്തതിന്റെയാണ്. സിറ്റുവേഷൻ ആലോചിച്ചിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് സെന്റൻസ് ആലോചിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. സിറ്റുവേഷൻ ആണ് ഇമ്പോർട്ടന്റ്. സിറ്റുവേഷൻ ആലോചിക്കാതെ സെന്റൻസ് ആയിട്ട് മാറ്റാം. അല്ലാതെ ആ സെന്റൻസ് ആലോചിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അങ്ങനെ ചെയ്തിട്ടാ ഒന്ന് ആലോചിക്കൂ. എന്നിട്ട് അതേപോലെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. ടെക്സ്റ്റ് ചെയ്തവരും നിങ്ങൾക്ക് ഒന്നുകൂടെ ചെയ്യാം. ഇതൊക്കെ എല്ലാം വൺ വേർഡ് ആണ് കേട്ടോ. He went to the gym, they went to the temple, he danced yesterday, was waste of my money കേട്ടോ. Sneha bought a book, bought a book. My mother cooked food, I eat breakfast, I washed clothes. സിമ്പിൾ ആണ്. ഇത് വേണ്ട, മനസ്സിലായോ? കുറച്ച് ലെങ്തി സെന്റൻസിൽ എക്സാമ്പിൾസ് പറയും. ഓക്കെ, ഐ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അതാണ് കാണേണ്ടത്. സമയം എടുത്തോളൂ. 2:30 വരെ സമയം എടുക്കാം. പക്ഷെ 2:30 വരെ എടുക്കല്ലേ, എനിക്ക് വായിച്ചത് നോക്കട്ടെ. 2:15 വരെ എടുക്കാം. ഓക്കെ, നമ്മുടെ സിംഗിൾ ഫാസ്റ്റ് ആണ് എടുത്തത്. അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് V2 ആണ് കേട്ടോ. അൽഫി എഴുതിക്കോളൂ. സിമ്പിൾ പാസ്റ്റ് ഹെഡിങ് കൊടുത്തിട്ട് സ്ട്രക്ചർ ചെയ്ത. ഓക്കെ, അതിന്റെ മലയാളം വരുന്നത് ചെയ്തു എന്നാണ്. ചെയ്തു. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ഹെഡിങ് കൊടുക്കുക, ബ്രാക്കറ്റിൽ ചെയ്തു എന്ന് എഴുതാം. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് V2 ആണ്. V2 ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അറിയാലോ അല്ലെ? അപ്പൊ സബ്ജക്ട് പ്ലസ് V2 ആണ് സ്ട്രക്ചർ വരുന്നത്. എളുപ്പമാണല്ലോ. V2 ഫോം ആണ് എഴുതേണ്ടത്. അതായത് വേർബിന്റെ സെക്കൻഡ് ഫോം. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമാണ് വരുന്നില്ല. ഞാൻ പോയി, ഞാൻ കണ്ടു, ഐ സോ ഹിം, ഐ മെറ്റ് ഹിം. ഓക്കെ, ഐ വെന്റ് ദേർ, ഞാൻ അവിടെ പോയി. അത് V2 ഫോം യൂസ് ചെയ്യാം. ഏത് സബ്ജക്റ്റിന്റെ കൂടെ ഏത് V2 ഫോം ആണ് യൂസ് ചെയ്യാൻ പറ്റും. എളുപ്പമാണ്. ഞാനിപ്പോ ഇവരുടെ വർക്ക് കൊടുത്തത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് കുറച്ച് ലോങ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ അവിടെ പോയി, ഐ വെന്റ് ദേർ. അത് മാത്രമല്ല, എന്നാൽ ഞാൻ ഇന്നലെ രാത്രി അവരെ കാണാൻ വേണ്ടി 9 മണിയായപ്പോ അവരുടെ വീട്ടിലേക്ക് പോയി. കണ്ടോ, വലിയ സെന്റൻസ് അല്ലേ? അങ്ങനെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് 5 എക്സാമ്പിൾ സെൻഡ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതാണ് എല്ലാവരും ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അൽഫിയം ചെയ്യൂ, ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. മനസ്സിലായല്ലോ? ക്ലിയർ ആയോ അൽഫിയ? ഓക്കെ,
ഓക്കെ, ശ്രീതി കറക്റ്റ് ആണ്. മഞ്ജു ദി അതർ ഡേ എന്ന് പറയുമ്പോ എന്താ ഉദ്ദേശം? മറ്റന്നാ എന്റെ പാരന്റ്സിനെ കണ്ടു എന്നാണോ? മറ്റന്നാന്നാണോ ദി അതർ ഡേ? ഏതെങ്കിലും ഒരു ദിവസം എന്താ ഉദ്ദേശം? സോ മൈ പാരന്റ്സ് ഒക്കെയാണ്. ലാസ്റ്റ് ഡേ പറയൂ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഡേ പറയണം. ലാസ്റ്റ് ഡേ ഐ സോ മൈ പാരന്റ്സ് അറ്റ് വെയർ, അത് നമ്മൾ പറയും. എവിടെ വെച്ച് കണ്ടു, എപ്പോ കണ്ടു നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ചൊരു രസമായിരിക്കും വായിക്കാൻ. ഓക്കെ, അപ്പൊ ബാക്കി എല്ലാവരും ആലോചിച്ച് നല്ല രീതിയിൽ ചെയ്യും.
Yeah. Okay. Prasida and Nafisa correct ആണ്. And Preeti. ഇവിടെ നമുക്ക് കറക്റ്റ് ആണ്, മിസ്റ്റേക്ക് ഒന്നുമില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ എഴുതാം. My friend invited me to her birthday party, so I went there. അല്ലെങ്കിൽ I went there എന്ന് പറയാം. I went there. ഞാൻ അവിടെ പോയി. അങ്ങനെയല്ല പറയേണ്ടത്. പിന്നെ അവിടെ ബർത്ത്ഡേ പാർട്ടി എന്ന് പറയേണ്ട ആവശ്യമില്ല. I went there. That's all. അവിടെ വെച്ച് അവസാനിപ്പിക്കാം. Then I went to town yesterday. That time I met my childhood friend. Met a friend എന്ന് പറയുന്നത് better. My childhood friend. ഫ്രണ്ടിനെ കാണാം. ടൗണിൽ ഞാൻ പോയപ്പോ എന്റെ കുട്ടികളുടെ ഫ്രണ്ടിൽ ഞാൻ കണ്ടു എന്നാ പറയാം. എന്റെ ഫ്രണ്ട് എന്നല്ലേ പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ച് രസമായിരുന്നു. Yesterday I took breakfast and I wrote a song from the outside, അല്ല from outside. Sorry, when I taught my daughter by October with when I taught my daughter മനസ്സിലായല്ലോ. 8 college husband and went to my then I went to then I attended my online class എന്ന് പറയുന്നത് കുറച്ച് better. Yesterday I went to എന്ന് പറയട്ടെ. I went my home. അവിടെ നമുക്ക് എപ്പോഴും to ആവശ്യം വരില്ല മേ ബി കേട്ടോ. എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യണമെന്നില്ല. ഗ്രാൻഡ് പാരന്റ്സ് റിപ്പോർട്ട്സ് നെക്സ്റ്റ് our home. കുഴപ്പമില്ല, നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബാക്കി എല്ലാവരും നെക്സ്റ്റ് ചെയ്യൂ.
Divya, she attended a marriage function yesterday. Okay. He gave me a gift. He gave a gift for me. He gave me a gift. He gave me a gift എന്ന് പറഞ്ഞാൽ സന്ധിക്കും. And I visited my cousin. I visited my cousin. അതെന്താ വിഷയം? കസിൻ സംഭവമാണ്. ആണ് ഇവിടെ പറയുന്നത്. I visited my cousins. Yesterday I visited my cousin's home. എന്ന് വേണമെങ്കിൽ പറയാം. Then they played cricket in the ground. Okay. Then I reached my home last week. I attended a family function yesterday with my friends ago, and we had lunch together. Yesterday I surprised my niece because yesterday was her birthday. Yeah. Yesterday my cousin's birthday, so I surprised her. എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയും പറയാട്ടോ. തിരിച്ചു കുറച്ചൊക്കെ പറയാൻ കുറച്ച് ബെറ്റർ ആയിട്ട് പറയാം. എങ്ങനെയും ഇംഗ്ലീഷ് പറയാൻ പറ്റും. മനസ്സിലായോ? I watched a movie yesterday. Yeah, okay, correct. Then okay, Manju, we wrote a letter completely എന്ന് പറയും. അതൊരു adverb ആയിട്ട് വരും. We wrote a letter completely yesterday. Yesterday we wrote a letter completely. അല്ലെങ്കിൽ completely എന്ന് എഴുതാം. അതൊക്കെ completed എന്ന് പറഞ്ഞ അവസാനിപ്പിക്കില്ല കേട്ടോ. ശരിയല്ല. ബാക്കി പോകില്ല. They read books. വായിക്കുമ്പോൾ they read books എന്ന് വായിക്കരുതേ. They read books. They read books ആണ് ഇത് പ്രസന്റ് ആയി പോകും. They read books ആണ്.
There's a story today morning. I went to the church as they are there was after that I came back and got breakfast. My kids ready for school, so I went to Chennai. This distribution and my family go to the his parents yeah. So we ആദ്യമായിട്ടാണ് സുഖിക്ക് ഡൗട്ട് ഒന്നും ഇല്ലാതെ ഒരു കാര്യം സന്തോഷമായി, വളരെയധികം സന്തോഷം. താങ്ക് യു മാം. മാമിന്റെ ഈ ന്യൂ ലുക്ക് കണ്ടതുകൊണ്ട് ഞാനും മാനസാന്തരപ്പെട്ടു. അല്ല, മാമിന്റെ ഈ ന്യൂ ലുക്ക് കണ്ടതുകൊണ്ട് മാനസാന്തരപ്പെട്ടു. കുറിയൊക്കെ തൊട്ട് സാരിയൊക്കെ വിട്ടു. ഡയലോഗ് എവിടെ പഠിച്ചു? ഈ മലയാളം എവിടെ പഠിച്ചു? എനിക്കറിയണം. മാം ഇങ്ങനെയൊക്കെ മലയാളം ഞാൻ പഠിക്കും. അത്യാവശ്യം എനിക്ക് പിടിച്ചെടുക്കാൻ അറിയാം, കുഴപ്പമില്ല. എന്നോട് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയും, നാട്ടിലുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കണ്ടേ, എന്തായാലും പെട്ടുപോയില്ലേ. പെട്ടുപോയി. ന്യൂ ലുക്ക് ഒന്നുമില്ല, ചുമ്മാ അവിടെ ഉത്സവമാണ്, അമ്പലത്തിൽ അടുത്ത അമ്പലത്തിൽ ഉത്സവമാണ്. സോ അമ്പലത്തിൽ പോയി ടെമ്പിൾ ലുക്ക് അമ്പലത്തിൽ പോയി വന്നു. തൊട്ടടുത്താ, ഇവിടെ നിന്ന് കാണാം, ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. പാലിയം അമ്പലം അറിയാൻ പറ്റുമല്ലോ, പാലിയം കൊട്ടാരം അറിയാലോ. അവിടെ ഒരു അമ്പലമാണ്, ശിവക്ഷേത്രമാണ്, ഉത്സവമാണ്. നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ബഹളമയമായിരിക്കും, നല്ല മേളമൊക്കെ ഉണ്ടാവും നാളെ. ചുപ്പാടൊക്കെ ആയിരിക്കും, ഡിസ്റ്റർബൻസ് വരും. എന്തോ ഇല്ലയോ എന്ന് കൺഫേം അല്ലെങ്കിൽ പോലും ഇൻഫർമേഷൻ. ഓക്കെ, ഇന്നാണ് ഞാൻ കണ്ണട സ്പെക്സ് വെച്ചില്ലാന്നേ, ഞാൻ മറന്നുപോയി, ധൃതി പിടിച്ചു വന്നു. അമ്പലത്തിൽ പോണോണ്ട് ഞാൻ നേരത്തെ വന്നു, പെട്ടെന്ന് ഓടി വന്നു. സ്പെക്സ് സൂപ്പർ കാണാൻട്ടാ. ഞാൻ അമ്പലത്തിൽ ഫുഡ് വന്നിക്കൊണ്ടിരിക്കണ മിസ്. ആണോ? അന്നദാനമാണ് ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിലെ. കുറച്ചൊക്കെ കേട്ടുള്ളൂ കേട്ടാ ക്ലാസ്. അതുകൊണ്ട് കേറുന്നതാ. ഏതമ്പലത്തിലാ പോയ മിസ്? മിസ് ഏതമ്പലത്തിലാ പോയെന്ന്? ആ, ഞങ്ങളുടെ മരടിലുള്ളത് ഐനി അമ്പലം. ഇന്ന് അന്നദാനം അവിടെ, ശിവന്റെ അമ്പലം. അവിടെ ഫുഡടി കഴിഞ്ഞ് അപ്പൊ വിളമ്പാൻ കൂടിയിട്ട് ഇത്രേ. ശരിയാ, നമുക്ക് എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ കേട്ടാ. അപ്പൊ അതാണ് കേട്ടോ ഈ ലുക്ക് എന്ന് പറയാണ്ട്. ഞാൻ സ്പെക്സ് മറന്നു, അറിയുള്ളൂ. ഈ വീട്ടിൽ ചില സ്ട്രെയിറ്റ് ഉണ്ടാവും. അങ്ങനെയല്ല മാം, ഒരാള് കുറി തൊടുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഈ കുറി തൊടുമല്ലോ, അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫേസിൽ വേറൊരു സെപ്പറേറ്റ് ഗ്ലോ വരും. അതുകൊണ്ട് പറഞ്ഞേ, അല്ലെങ്കിൽ ഉണ്ട് ഗ്ലോ, ഇല്ല എന്നല്ല. മനസ്സിലാവുന്നുണ്ട്. ഞാൻ അങ്ങനെ എപ്പോഴും ചന്ദനം തൊടാറില്ല, അമ്പലത്തിൽ പോകുമ്പോ ജസ്റ്റ് എപ്പോഴും പോവാറുള്ളൂ. പക്ഷെ നല്ലതാണ്, എനിക്ക് ക്യാമറ കണ്ടപ്പോ ഓക്കെ കൊള്ളാലോ, കുഴപ്പമില്ല. ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്നിട്ട് പറഞ്ഞില്ല, ഇതാണ് പറയണതാണ്. പിന്നെ പെട്ടെന്നാണ് ക്ലാസ് പെട്ടെന്ന് തുടങ്ങിയപ്പോ തുടങ്ങിയല്ലോ. ഇതൊക്കെ ഒരാൾക്ക് ഒരു സ്പാർക്ക് തരാനായിട്ട് ആരും ഇല്ലായിരുന്നു. ഇപ്പൊ തന്നപ്പോൾ അങ്ങ് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ തന്നെ ഒരു ഹാർട്ട് ഇട്ടത് മിസ്സിനെ കണ്ടുകൊണ്ടാണ്. ഓ, അതുകൊണ്ടാണല്ലേ. ഞാനിങ്ങനെ പറയണത് ചിരിക്കായിരുന്നു. ഓ, എല്ലാവരും പറഞ്ഞു ചിരിക്കായിരുന്നു. ഓക്കെ, താങ്ക് യു. എന്നും കാണാത്തൊരു ലുക്കല്ലേ, അതുകൊണ്ടാ. എപ്പോഴും കാണുന്നത്, വല്ലപ്പോഴും കാണുന്ന ലുക്ക്, അത്രേ ഉള്ളൂ. വല്ലപ്പോഴും മാത്രം ഇങ്ങനെ കാണും. അതെന്റെ വീട്ടുകാരാണെങ്കിലും അങ്ങനെയാ, വല്ലപ്പോഴും മാത്രമേ ഈ ലുക്കിലൊക്കെ കാണാൻ പറ്റും. തോന്നലാണ്. ഒരു ടീച്ചറുകളുണ്ട് കേട്ടോ. സോ നമുക്ക് അമ്പലത്തിൽ പോവാം, സെറ്റ് സാരി എടുക്കൂന്ന് പറഞ്ഞു, സെറ്റും കൊണ്ട് എടുക്കൂന്ന് പറഞ്ഞു. എനിക്ക് മടിയാണ്. കണ്ടായിരുന്നു മാം ഫോട്ടോ ഇട്ടേക്കുന്നേ. ഫോട്ടോ തോന്നി. ഞാൻ ഫോട്ടോ ഇടാൻ കാരണം വേറൊന്നും അല്ല കേട്ടോ, അതൊക്കെ ഒരു മെമ്മറീസ് ആണ്. നാളെയോ അല്ലെ, നല്ല മെമ്മറി.
അങ്ങനെ അവിടെ സേഫ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. എവിടെയെങ്കിലും കണ്ട് കാണാലോ. അങ്ങനെ അങ്ങനെ ചുമ്മാ പോയി തൊഴുതു വന്നു. ഓക്കെ, നോക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ. ഡ്രിങ്ക്ഡ് വാട്ടറോ? കൊള്ളാട്ടോ, ഡ്രിങ്ക്ഡോ? അതെവിടെ നിന്ന് കിട്ടിയ വേർഡ് ഡ്രിങ്ക്ഡ്? ആ എന്തായാലും V3 ഫോം ആ ഡ്രാങ്ക് ആണോ? എന്നോട് ചോദിക്കുന്നു ഡ്രാങ്ക് ആണോ? കൊള്ളാം. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. ഡ്രാങ്ക് ആണ്. ഐ ഡ്രാങ്ക് വാട്ടർ. ഓക്കെ തെറ്റിപ്പോയി. ഓക്കെ. I watched a movie. Yesterday she went to Dubai for me, her husband. I cooked snacks for my son. He came at okay. Yesterday we went to watch a new movie. Before watch, I to watch new movie. മഹാദേവ ഭക്തയാണോ മഞ്ജു? ഞാൻ സെലക്ട് ആണോന്ന് പറഞ്ഞ് വായിച്ചു നോക്കിയത്. അപ്പൊ കുഴപ്പമില്ലാണ്ട് എല്ലാവരും എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് പേര് ചെയ്യാനുണ്ടോ? എല്ലാവരും ചെയ്തോ? കഴിഞ്ഞോ? ഡൗട്ട് ഉണ്ടോ? She placed a cup of tea on the table. The door open. Yeah, correct. Then ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് പറയൂ. ഇല്ല, കഴിഞ്ഞു. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, നമുക്കിത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമ്പിൾസ് വായിച്ചു നോക്കുന്നത് എന്താ തോന്നുന്നത്? ഓക്കെ ആണോ? നല്ലതാണോ? അല്ലെങ്കിൽ നല്ലതാണോ? കുറച്ചൊരു ബെറ്റർ ആകാനുണ്ടല്ലേ? നമ്മൾ ഈ സെന്റൻസിന് തന്നെ നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് എഴുതാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ട അതാണ്. നിങ്ങളിപ്പോ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, പക്ഷെ ഇനി ചെയ്യേണ്ടത് എങ്ങനെ ബെറ്റർ വേർഷൻ എങ്ങനെയാ ബെറ്റർ വേർഷൻ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും എന്നതാണ് പഠിക്കേണ്ടത്. അപ്പൊ അതും ഈ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോവാം. ഓക്കെ, അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് നമുക്ക് ആവശ്യമാണ്. മനസ്സിലായോ? ഞാൻ ഉറങ്ങാൻ പോവാണ്. ഐ ആം ഗോയിങ് ടു ബെഡ്, അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു സ്ലീപ് എന്നും പറയാം. ഐ ആം ഓഫ് ടു ബെഡ് എന്നും പറയാം. ഐ ആം ഓഫ് ടു ബെഡ്. അപ്പൊ കുറച്ച് ബെറ്റർ ഇംഗ്ലീഷ് ഉണ്ട്, കുറച്ച് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഉണ്ട്. അതും കൂടെ പഠിച്ച് അതും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ നോക്കാം, യൂസ് ചെയ്യാൻ നോക്കാം. ഇംപ്രൂവ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് രീതിയിൽ. നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് ഫീൽ ചെയ്യും. പഠിക്കണം എന്ന് മാത്രം, എല്ലാം പഠിക്കണം. ചുമ്മാ ഇതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എല്ലാം പഠിച്ചേ പറ്റൂ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ടെൻസ് പഠിച്ചല്ലോ, ഇനി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമല്ലോ എന്ന് ചിന്തിക്കേണ്ട. അതില് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഇതെല്ലാം പഠിക്കണം. നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യണം. ലോക്കൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോക്കൽ ഇംഗ്ലീഷിനേക്കാൾ കുറച്ച് ബെറ്റർ അഡ്വാൻസ്ഡ് ആണ്. കുറച്ച് നല്ല ബെറ്റർ ആയിട്ട് നമ്മൾ പഠിക്കുക, യൂസ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതും കൂടെ പഠിക്കാം കേട്ടോ. എനിക്ക് പറ്റാവുന്ന കുറെ സെന്റൻസും കാര്യങ്ങളൊക്കെ ഞാൻ അത് തരും. ടൈം പോലെ ഞാൻ നോട്ട്സ് തരുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഒന്ന് പഠിക്കണം. അതുകൂടാതെ നിങ്ങൾ നിങ്ങളുടേതായ കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾ സെർച്ച് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ കിട്ടും നമുക്ക് പഠിക്കാനായിട്ട്. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ ഇൻഫർമേഷൻസ്, പുതിയ പുതിയ നോളജും എല്ലാം കിട്ടുന്നതായിരിക്കും. നമ്മൾ സെർച്ച് ചെയ്യണം. പിന്നെ എല്ലാം സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് ഫീൽഡിൽ ഇങ്ങനെ വന്നു കിടക്കും. അറിയാതെ നമുക്ക് നമ്മൾ എന്തൊക്കെ സെർച്ച് ചെയ്യുന്ന ഒന്നനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു ഇതിൽ പറയാനാണോ? മാമേ ഒരു കാര്യം ചോദിക്കാനാണ്. നമുക്ക് പരീക്ഷയ്ക്ക് 10 ക്വസ്റ്റ്യൻ മാത്രമേ ഇംഗ്ലീഷിന് വരത്തുള്ളൂ എന്ന് മാം പറഞ്ഞായിരുന്നു. അപ്പൊ ആ 10 ക്വസ്റ്റ്യൻ നമുക്ക് ടെൻസും അതിന്റെ ഒരു പാർട്ടാണോ, അതോ മീൻസ് അത് അടുത്ത പ്രാവശ്യം വരത്തുള്ളൂ?
ടെൻസ് ഇല്ലെന്നല്ലേ മാം പറഞ്ഞേ? ടെൻസ് ഇല്ല. ഓക്കെ. വരുന്നത് നൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ്, അത്രയേ ഉള്ളൂ. ഈ 4 ചാപ്റ്റർ തരുന്നു. ഓക്കെ. 10 ഉള്ളൂ. എളുപ്പമാണ്. പ്രിപ്പോസിഷൻ ഇല്ല. കാരണം ടേം 2 എന്ന് പറയുന്നത് 8 വരെയാണ്. ടേം 1 8 ചാപ്റ്റർ വരെയാണ്. വേണമെങ്കിൽ പ്രിപ്പോസിഷൻ ഇടാം. വേണോ? നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ബുദ്ധിമുട്ടൊന്നുമില്ല. വേണമെങ്കിൽ 5 ചാപ്റ്റർ ആക്കാം. നൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ, അങ്ങനെ ഈ 5 ചാപ്റ്റർ ആക്കാം. ഓരോ ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വെച്ചാകുമ്പോൾ തന്നെ 10 ക്വസ്റ്റ്യൻ ആവും. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ ആണല്ലോ? സിമ്പിൾ സിമ്പിൾ ആയിരിക്കും, പഠിക്കാനൊന്നുമില്ല. റിവിഷൻ ഇല്ലേ മാം? അതെ, റിവിഷൻ ഒന്നുമില്ല. എന്തിനാ റിവിഷൻ? നിങ്ങൾ എന്തിനാണ് ഇത്ര ടെൻഷൻ എടുക്കുന്നത്? എനിക്കത് അറിയണം. ഇത്ര ടെൻഷനാണ് എക്സാമിനെ കുറിച്ച് കൊടുത്ത്. എന്തായാലും പറയും. എക്സാമിന് മുന്നായിട്ട് ഞാൻ വന്ന് പറയും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നൊന്നൊരു ജസ്റ്റ് ഒരു ക്ലാസ് ഞാൻ തരുന്നതായിരിക്കും. അത് മതി. അതുകൊണ്ട് തന്നെ ധാരാളമാണ്. എഴുതാൻ പറ്റൂ. നിങ്ങൾ തന്നെ വിശ്വസിക്കൂ. ഒട്ടും വിശ്വാസമില്ല നിങ്ങളെ. അതാണ് സത്യം. നിങ്ങൾക്ക് വിശ്വാസമില്ല, ഒട്ടുമില്ല. നിങ്ങൾ എത്ര പഠിച്ചാലും അയ്യോ ഞാൻ പഠിച്ചോ, എനിക്ക് അറിയോ, എനിക്ക് എക്സാം എഴുതാൻ പറ്റോ എന്നൊരു കുറെ 100,000 ചോദ്യമാണ് നിങ്ങൾക്ക്. പറ്റും, ഞാൻ പഠിച്ചിട്ടുണ്ട്, എക്സാം എഴുതാൻ പറ്റും. ടോപ്പർ ഒന്നും ആവില്ലെങ്കിൽ പോലും ഞാൻ പാസ്സാകും. അത് മതിയേ. എന്റെ സംശയം പേപ്പറിലാണോ? സംശയം പേപ്പറിലാണല്ലോ വിഷയം. എക്സാം എഴുതുന്ന പേപ്പറിലാണോ? ആ, നമ്മള് ഓഫ്ലൈനാണോ പഠിക്കുന്നത്? അല്ല, വീഡിയോ ഓൺ ആക്കിട്ട് മാമിന്റെ കയ്യിൽ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് തലയിൽ എഴുതിയായിരുന്നു. കിട്ടിയാലേ ഇവിടെ വല്ലോരുന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ അറിഞ്ഞാ മതിയോ മാം? മഞ്ജുവിനെ കാണുമ്പോ ഞാൻ അറിഞ്ഞാ മതിയോ? കൊടുത്തോ ഒരെണ്ണം കൊടുത്തോ. ഒരു പാവം എന്താണ് ഈ കാണുന്നത് വിചാരിച്ചിട്ടാണ്. പാവം ഇതാണ് വെറുതെ. ഭാഗ്യമുണ്ട് ഞങ്ങൾ ഓൺലൈൻ ആയതുകൊണ്ട്. ഇല്ലെങ്കിൽ മാം മൂടുംപാലം വില കണ്ടായിരുന്നു ഞങ്ങള്. അതെ, ആകെ ഫസ്റ്റ് സുബിക്കായിരുന്നു. ഒരു 100,000 ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ഡൗട്ട്. അതിന് എക്സാം എങ്ങനെ മാമിന്റെ സ്വന്തം പിള്ളേർ ഇങ്ങനെ ചോദ്യം ചോദിക്കോ മാം? അതുകൊണ്ട് തമ്പുരാൻ അറിഞ്ഞോണ്ടാ മാമിനെ മാമിന്റെ സ്റ്റുഡന്റ് ആയിട്ട് എന്നെ തന്നെ തന്നത്. അതെ, ഒരാവശ്യം വേറെ വലിയ ബാച്ചിട്ട് പഠിപ്പിച്ചാൽ മതിയായിരുന്നു. നമ്മൾ ഓരോരോ വാക്കുകൾ പഠിക്കുമ്പോൾ അമ്മയെ മീൻസ് കുഞ്ഞുങ്ങള് സ്വന്തം അമ്മയെ ആദ്യമേ തീരുമാനിക്കുക ഇത് എന്റെ അമ്മ ആകണം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാനും നേരത്തെ തീരുമാനിച്ചു മാം എന്റെ ടീച്ചർ തന്നെ ആകണം. അപ്പൊ ഇനി ഡൗട്ട് ഒന്നും വേണ്ട കേട്ടോ. എക്സാമിനെ കുറിച്ച് നിങ്ങൾ ഇത്രയും ടെൻഷൻ അടിക്കണം. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. അത് ഇംഗ്ലീഷിന് മാത്രം ബാധിക്കുന്നതല്ല. ഏത് സബ്ജക്ട് ആണെങ്കിലും എക്സാമിനെ കുറിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ടീച്ചേഴ്സും എക്സാമിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും അത് പറയുന്നതായിരിക്കും. പിന്നെ ടേം എക്സാം ഒക്കെ ആണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യും. എങ്ങനെയാണ് എക്സാം എങ്ങനെയാണ് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലാതെ ഇതിന്റെ മാർക്ക് നമ്മൾ മെയിൻ എക്സാമിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ആ പേടിയൊന്നും വേണ്ട. നിങ്ങളൊന്ന് അറിയണം എങ്ങനെയാണ് എക്സാം, എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. കൂളായിട്ട് അറ്റൻഡ് ചെയ്യാം. ബാക്കിയുള്ള ടീച്ചേഴ്സും അറിയുമ്പോൾ ഞാനും പറയും ഇംഗ്ലീഷ് എക്സാമിന് മുന്നേ അല്ലെങ്കിൽ ടേം എക്സാമിന് മുന്നേ ഞാനും എന്റെ പോർഷൻസ് ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഞങ്ങൾ പാസ്സാക്കി വിടും. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഞങ്ങൾ പാസ്സാക്കി വിടും. പോരെ? നമുക്ക് മാം നമുക്ക് 3 ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതിൽ 2 എണ്ണല്ലേ ഇപ്പൊ എടുത്തിട്ടുള്ളൂ. ഒരു ടെക്സ്റ്റ് അത് ഏത് മിസ് എടുക്കുക? അതായത് എനിക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ 1 എത്രയാണ്? 1 2 3 4 ഉണ്ടോ? അല്ലാത്തവർക്ക് 3 പുസ്തകമുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ടേം 1 യൂണിറ്റ് 8 വരെയാണ് ടേം 1. ടേം 2 9 to 14 വരെയാണ്. അതുപോലെ തന്നെ ആ സബ്ജക്റ്റിലും ഉണ്ടാകും. അങ്ങനെ ഓരോ ടേമിന് ഇത്ര പോർഷൻ ഒക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ്
ഇനി ടേം 2 ഉണ്ട്. ടേം 2 അതിനുശേഷമാണ് മെയിൻ എക്സാം വരെ. ഓക്കെ, ഭയങ്കര ടെൻഷനാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ പോട്ടെ, ടൈമായി. സൈൻ ഔട്ട് പറയും. പറഞ്ഞു വിടുവേന്നെ, എനിക്ക് പോണം. വേണ്ടതില്ലേ, ഞാൻ തന്നെ പറയട്ടെ, ഞാൻ പോവാണോ? ഞാൻ പോവാ. ഞാൻ പറയണോ മാം മലയാളത്തിൽ തന്നെ? ഇംഗ്ലീഷ് ഇന്നത്തെ ക്ലാസ് എടുത്ത അശ്വതി മിസ്സിനെ താങ്ക് യു. അതോട് മാം ഇത് കൂടെ പറഞ്ഞ പോലെ തെറ്റിപ്പോകും. ഭയങ്കര മലയാളം. നാം ഓരോരോ സ്റ്റെപ്പ് എടുക്കുമല്ലേ എന്തെങ്കിലും ചെയ്യുന്നത്. ബക്കറ്റ് നിറയാനായിട്ട് ഓരോരോ ഇത് ഡ്രോപ്സ് അല്ലേ വീണാലല്ലേ ബക്കറ്റ് നിറയത്തുള്ളൂ. അതുമല്ലേ? പഠിക്കും. കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ മലയാളം പഠിച്ചിരിക്കണം കേട്ടല്ലോ. ഷുവർ മാം. Okay, so thank you all. See you on next class. Okay. Thank you, ma'am. Thank you, ma'am.